ഇന്ത്യ രാജ്യത്ത് ജാതി സെൻസസ് നടത്തണമെന്ന ആവശ്യം ആദ്യം ഉന്നയിച്ച നേതാവ് ആരാണ്? ഇന്ത്യ രാജ്യത്തെ താഴേക്കടയിലുള്ള അതായത് OBC വിഭാഗം മുതലുള്ള ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി ജാതി സെൻസസ് നടത്തിയാൽ മാത്രമേ യാഥാർത്ഥ്യമാകൂ എന്ന് പറഞ്ഞ നേതാവ് ആരാണ്? രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഒരേപോലെ അല്ലെങ്കിൽ അവരെല്ലാം ഒരേ മനസ്സോടെ ഒരേ കണ്ണുകൊണ്ട് കാണുന്ന നേതാവ് ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേയുള്ളൂ. ആ നേതാവിന്റെ പേരാണ് രാഹുൽ ഗാന്ധി. രാജ്യത്ത് ജാതി സെൻസസ് നടത്തണമെന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിനെ ഞെട്ടിച്ച, കേന്ദ്ര സർക്കാരിനെ കൊണ്ട് അതിന് പദ്ധതി തയ്യാറാക്കിച്ച നേതാവാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം ജാതി സെൻസസ് നടത്തണമെന്ന് പറയാൻ കാരണം കേരളത്തിന്റെ പുറത്തേക്ക് അതിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. OBC സമുദായം അടക്കമുള്ള ആളുകൾ ഇന്ന് വലിയ പ്രയാസത്തിലൂടെ, വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. അത്തരം ആളുകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക്, മുൻനിരയിലേക്ക് കൈപിടിച്ചനയിക്കുക, അവരെ കൈപിടിച്ചുയർത്തുക എന്നൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ അല്ലെങ്കിൽ ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരുപോലെ സഞ്ചരിച്ച് അവിടെയുള്ള ആളുകളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും മനസ്സിലാക്കി ജാതി സെൻസസിലൂടെ അവരുടെ എണ്ണം കൃത്യമായി എടുത്ത് അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായി അവരിലേക്ക് എത്തിച്ച് അവരെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്താൻ കഴിയുന്ന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കി, പദ്ധതികൾ അവലംബിച്ച് ആ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയാൽ OBC സമുദായം ഉൾപ്പെടെ ജാതീയമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് അനയിക്കാൻ കഴിയുമെന്ന് രാഹുൽ ഗാന്ധിക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യം ഉന്നയിച്ചത്. രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ട കാര്യം നടപ്പാക്കാൻ കേന്ദ്ര സർക്കാരും നിർബന്ധിതരായിരിക്കുകയാണ്. കാരണം കേന്ദ്ര സർക്കാരിന് അത് നിർബന്ധിതരാകാനുള്ള കാരണം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ രാഹുൽ ഗാന്ധി ഈ വിഷയം ഉന്നയിക്കുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മുന്നിൽ കണ്ടല്ല. 1000 തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടാലും ഒരു പ്രശ്നവുമില്ല, താൻ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളും താൻ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളും ഈ മണ്ണിൽ ശാശ്വതമാക്കുകയാണ് തന്റെ ജീവിത ലക്ഷ്യമെന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവാണ് രാഹുൽ ഗാന്ധി. ജാതി സെൻസസ് നടപ്പിലാക്കിയാൽ ഇന്ത്യ രാജ്യത്തെ താഴേക്കിടയിലുള്ള അധസ്ഥിത വർഗത്തെ കൈപിടിച്ചാനയിച്ച് അവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിനുവേണ്ടിയാണ് രാഹുൽ ഗാന്ധി ഇത്രത്തോളം പ്രയത്നം നടത്തുന്നത്. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്ത്യയുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ്. കേന്ദ്ര സർക്കാരിനെ എല്ലാ വഴിയിലും വെള്ളം കുടിപ്പിക്കുന്ന, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊണ്ട് വരപ്പിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ജാതി സെൻസസ് നടപ്പിലാക്കണം എന്ന് നിർബന്ധമാണ്. കാരണം സമൂഹത്തിലെ താഴേക്കിടയിലുള്ള ആളുകളെ കൂടി മുൻനിരയിൽ എത്തിച്ചാൽ മാത്രമേ, അവർക്ക് കൂടി അവർ അർഹിക്കുന്ന തരത്തിലുള്ള ആനുകൂല്യങ്ങൾ എത്തിച്ചാൽ മാത്രമേ ഈ രാജ്യത്തിന്റെ വികസനം സാധ്യമാവൂ എന്നാണ് രാഹുൽ ഗാന്ധിയുടെ സ്വപ്നം. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ മുൻനിര ജാതിക്കാർക്ക് മാത്രമല്ല, അല്ലെങ്കിൽ മുന്നോക്ക ജാതിക്കാർക്ക് മാത്രമല്ല, താഴേക്കിടയിലുള്ള പിന്നോക്കക്കാർക്ക് കൂടി എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എത്തണം. അതിനുവേണ്ടിയാണ് രാഹുൽ ഗാന്ധിയുടെ പോരാട്ടം. ഈ പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധി തനിച്ചല്ല, അദ്ദേഹത്തിന്റെ കൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനവുമുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ താഴേക്കിടയിലുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും അവരുടെ പ്രയാസങ്ങളിൽ, അവരുടെ ദുഃഖങ്ങളിൽ അവർക്കൊപ്പം നിൽക്കാനും സാധിക്കൂ. ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ബീഹാറിൽ നടക്കുന്ന കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗത്തിൽ ഈ ആവശ്യം കൃത്യമായി വീണ്ടും ഉന്നയിച്ചിരിക്കുകയാണ്. ഈ ആവശ്യം ഉന്നയിക്ക് കേന്ദ്ര സർക്കാരിന് മുന്നിൽ വീണ്ടും സമ്മർദ്ദം ചെലുത്താൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആളുകളെയും, ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഒരമ്മ പറ്റ മക്കളെ പോലെ, ഒരു കല്ലിൽ കൊത്തിയ ശില്പം പോലെ, ഒരു മാലയിൽ കോർത്ത മുത്തുമണികൾ പോലെ, ഒരു ചരടിൽ കോർത്ത പുഷ്പങ്ങൾ പോലെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ മുഴുവൻ ആളുകളെയും ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോയി അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ കൃത്യമായി അവരുടെ കണക്കെടുത്ത് അവരെവിടെയെല്ലാമാണ് കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്നത്, അവർക്ക് എന്തെല്ലാം വിഷയങ്ങളുണ്ട്, ഈ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷമേ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ എത്തിക്കാൻ ഒരു ഭരണകൂടത്തിന് കഴിയൂ. ഇത് കൃത്യമായി അറിയാവുന്ന രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ കൃത്യമായി ജാതി സെൻസസ് നടപ്പിലാക്കണമെന്നും ജാതി സെൻസസ് നടപ്പിലാക്കിയതിനു ശേഷം സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് മുഴുവൻ ആളുകളെയും കൊണ്ടെത്തിക്കാൻ സർക്കാർ ശ്രമിക്കണമെന്നും ആവശ്യപ്പെടുന്നത്. കോൺഗ്രസ് അല്ലാതെ ഈ രാജ്യത്തെ മുഴുവൻ ആളുകളെയും ഒരേ കണ്ണിൽ കാണുന്ന, ഈ രാജ്യത്തിന്റെ മുഴുവൻ ആളുകളുടെയും വികസനം ലക്ഷ്യം കാണുന്ന, അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ മുഴുവൻ ആളുകളുടെയും ഉന്നമനം ലക്ഷ്യം വെക്കുന്ന, വികസനം സ്വപ്നം കാണുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഏത് എന്ന് ചോദിച്ചാൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഏതുമില്ല എന്ന് തന്നെയാണ് ഉത്തരം. കോൺഗ്രസിന് മാത്രമേ ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക്, ഈ രാജ്യത്തെ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വീണ്ടും വീണ്ടും അടിവരയിടുകയാണ്.